നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് സമയം എന്ന് പറയുന്നത്. അതിപ്പോൾ ഏതൊരു മേഖല എടുത്താലും അവിടെ സമയത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ പലരും സമയത്തിന് പുറകെ ഓടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സമയം തികയാതെ വരുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ സമയത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഏതൊരു കാര്യമായാലും അത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് അവിടെ സമയം ഒരു ഘടകമായിട്ട് വരുന്നുണ്ട്. ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാക്കി ടോക്കീസ് എടുക്കാം. വാക്കി ടോക്കികൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സിനിമയിലായാലും അല്ലെങ്കിൽ നേരിട്ടിട്ടായാലും നിങ്ങൾ വാക്കി ടോക്കികൾ കണ്ടിട്ടുണ്ടായിരിക്കും. വാക്കി ടോക്കികൾ പ്രവർത്തിക്കുന്ന രീതി നമുക്കറിയാം. ഒരാൾ മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് മെസ്സേജ് പറയാനായിട്ട് സാധിക്കുള്ളൂ. രണ്ടാളുകളും ഒരേ സമയം അവർ മെസ്സേജ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് കൊണ്ട് യാതൊരുവിധ ഗുണവും ഉണ്ടാവില്ല. അത് ആ രണ്ട് സിഗ്നലും തമ്മിൽ കൊളൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു മെസ്സേജ് നമുക്ക് ഒരു യൂസ്ഫുൾ അല്ലാത്ത രീതിയിൽ മാറുകയാണ് ചെയ്യുക. ഞാൻ ഈ വാക്കി ടോക്കിയുടെ കാര്യം എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബിറ്റ് കോയിൻ എടുക്കാം. നമുക്കറിയാം ഒരുപാട് ബിറ്റ് കോയിൻ മൈനേഴ്സ് ഉണ്ട്. ഏതെങ്കിലും രണ്ട് ബിറ്റ് കോയിൻ മൈനേഴ്സ് ഒരേ സമയം രണ്ട് ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ രണ്ട് ബ്ലോക്കുകളും സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുക. അങ്ങനെ സ്പ്ലിറ്റ് ആയതിനു ശേഷം അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ബ്ലോക്ക് ആയിരിക്കും ഒരു ബ്ലോക്ക് ചെയിനിലേക്ക് ആഡ് ചെയ്യപ്പെടുക. മറ്റേ ബ്ലോക്ക് അവിടെ ഇൻവാലിഡ് ആയി പോവുകയാണ് ചെയ്യുക. അവിടെ നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളെല്ലാം തന്നെ ഇൻവാലിഡ് ആയി മാറുകയാണ് ചെയ്യുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. ഏറ്റവും ആദ്യം വന്നിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയാണ്, വളരെ ഗംഭീരമായിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ്, എല്ലാം ശരി തന്നെ. പക്ഷേ ഒരുപാട് ഡിസഡ്വാൻറ്റേജസും ബിറ്റ് കോയിൻ്റെ മറുവശത്തുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ പല വീഡിയോകളിലായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ബിറ്റ് കോയിൻ്റെ ഈ ഒരു പ്രശ്നം, അതായത് ഈ ഒരു സമയത്തിൻ്റെ പേരിലുള്ള ബിറ്റ് കോയിൻ്റെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസി ബ്ലോക്ക് ചെയിൻ ആണ് സൊളാന എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സൊളാനയെ പറ്റിയിട്ടാണ്. എന്താണ് സൊളാന എന്നും എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പ്രൈസ് അനാലിസിസും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അധികം സമയമൊന്നും കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. സൊളാന എന്ന് പറയുന്നത് കാലിഫോർണിയയിലുള്ള ഒരു ബീച്ചിൻ്റെ പേരാണ്. ആ ഒരു ബീച്ചിൻ്റെ പേര് എങ്ങനെയാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസിക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പരിചയപ്പെടേണ്ടത് ഇതിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള അനറ്റോളി യാക്കോവെങ്കോയാണ്. ഈ സൊളാന ബീച്ചിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് സാന്റിയാഗോ എന്ന് പറയുന്നത്. ആ സാന്റിയാഗോയിലുള്ള കോൾകോം എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു ഇതിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള അനറ്റോളി യാക്കോവെങ്കോ വർക്ക് ചെയ്തിരുന്നത്. ഈ കോൾകോം എന്ന് പറയുന്ന കമ്പനി ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളൊരു മൊബൈൽ ഫോൺ പ്രേമിയാണ് എന്നുണ്ടെങ്കിൽ, മൊബൈൽ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീപ്പായിട്ട് നോക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൾകോം എന്ന് പറയുന്ന കമ്പനിയെ പറ്റിയിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കോൾകോം എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ വയർലെസ് ടെക്നോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ ഒരു കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു സൊളാനയുടെ ഡെവലപ്പർ ആയിട്ടുള്ള, സൊളാനയുടെ ഫൗണ്ടർ ആയിട്ടുള്ള അനറ്റോളി യാക്കോവെങ്കോ. മറ്റുള്ള ക്രിപ്റ്റോ കറൻസി പ്രോജക്റ്റുകളുടെ ഫൗണ്ടേഴ്സിനെ പോലെയല്ല നമ്മുടെ അനറ്റോളി യാക്കോവെങ്കോ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, പല പ്രോജക്റ്റുകളുടെയും ഫൗണ്ടേഴ്സും ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ഒന്നുകിൽ ബിറ്റ് കോയിൻ്റെ ടെക്നോളജിയിലാവാം, അല്ലെങ്കിൽ എത്തേറിയത്തിൽ നിന്നായിരിക്കാം അവർ ഈ ഒരു മേഖലയിലേക്ക്, ഈ ഒരു ക്രിപ്റ്റോ സ്പേസിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഫയൽ കോയിൻ്റെ വൈറ്റ് പേപ്പറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിക്കൊണ്ട് ഈ ഒരു സ്പേസിലേക്ക് വന്നിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ അനറ്റോളി യാക്കോവെങ്കോ എന്ന് പറയുന്നത് യാതൊരു തരത്തിലും ബിറ്റ് കോയിനിലോ എത്തേറിയത്തിലോ ഒരു താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. ബിറ്റ് കോയിൻ്റെ ടെക്നോളജി അദ്ദേഹത്തെ യാതൊരു തരത്തിലും ഇൻസ്പയർ ചെയ്തിട്ടില്ല. കുറച്ചുകൂടെ ഒരു താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എത്തേറിയത്തിനോടായിരുന്നു. ബിറ്റ് കോയിനോട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു താല്പര്യം ഇല്ലാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിലുള്ള കുറച്ച് പ്രശ്നങ്ങളായിരുന്നു, അതിലുള്ള കുറച്ച് ഡിസഡ്വാൻറ്റേജസ് തന്നെയായിരുന്നു അദ്ദേഹത്തിന് ബിറ്റ് കോയിനോട് ഒരു താല്പര്യമില്ലാതിരിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അനറ്റോളി യാക്കോവെങ്കോ ഏറ്റവും ആദ്യം ചിന്തിച്ചത് ബിറ്റ് കോയിൻ്റെ ഈ ഒരു പ്രശ്നം, അതായത് ഈ ഒരു ട്രാൻസാക്ഷൻസിലുള്ള സമയത്തിൻ്റെതായിട്ടുള്ള ഈ ഒരു പ്രശ്നം, അത് ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻസിനെ ടൈം സ്റ്റാമ്പ് ചെയ്യുന്നതിലൂടെ പരിഹരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഐഡിയ ആണ് അദ്ദേഹത്തിന് ഏറ്റവും ആദ്യം തോന്നിയത്. ഇപ്പോൾ സെൻട്രലൈസ്ഡ് കമ്പനീസ് ആയിട്ടുള്ള ഗൂഗിൾ ആയാലും ഇന്റൽ ആയാലും മൈക്രോസോഫ്റ്റ് ആയാലും ഇവരെല്ലാവരും ഇവരുടെ ഡാറ്റാസ് എല്ലാം ഇവരുടെ സെർവറുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ടൈം സ്റ്റാമ്പ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ സെൻട്രലൈസ്ഡ് കമ്പനീസ് ചെയ്യുന്ന പോലെ നമുക്ക് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സെൻട്രലൈസ്ഡ് കമ്പനീസിൽ അതിൻ്റേതായിട്ടുള്ള ഓർഗനൈസേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമും കാര്യങ്ങളൊക്കെ സെൻട്രലൈസ്ഡ് കമ്പനീസിൽ ഉണ്ടായിരിക്കും. എന്നാൽ ഡിസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ആ ഡിസെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിനകത്തുള്ള എല്ലാവരും തന്നെ ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ നടന്നു പോവുകയുള്ളൂ. അങ്ങനെ 2017 അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം കിട്ടുന്നത്. അതായത് ബിറ്റ് കോയിൻ്റെ SHA-256 എന്ന് പറയുന്ന ഒരു മൈനിങ് അൽഗോരിതം ഡീസെൻട്രലൈസ്ഡ് ക്ലോക്ക് ആയിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിയുമെന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. അത് മാത്രമല്ല, SHA-256ൻ്റെ ഒപ്പം തന്നെ പ്രൂഫ് ഓഫ് സ്റ്റേക്ക് കൺസെൻസസ് മെക്കാനിസം കൂടെ കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ TPS റേറ്റ് വളരെ വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ് വളരെ വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും.
അതോടൊപ്പം തന്നെ ഇതിൻ്റെ സെക്യൂരിറ്റിക്കോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള കോട്ടവും സംഭവിക്കില്ല. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇത് പ്രവർത്തിപ്പിക്കാനും സാധിക്കും. ഈ കാര്യങ്ങളാണ് അദ്ദേഹം കണ്ടെത്തിയത്. അങ്ങനെയാണ് സൊളാന എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി രൂപം കൊള്ളുന്നത്. സൊളാന ഇപ്പോഴും ഒരു ബീറ്റ വെർഷനിലാണ്. ഞാൻ മുൻപൊരു വീഡിയോയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. സൊളാന ഇപ്പോഴും ഒരു ബീറ്റ വെർഷനിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സൊളാനയ്ക്കുള്ള മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൊളാന ഒരു ലെയർ 1 ബ്ലോക്ക് ചെയിൻ ആണ്. നമ്മുടെ എതേറിയത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് പോളിഗൺ മാറ്റിക് ഒക്കെ ഒരു ലെയർ 2 ബ്ലോക്ക് ചെയിനിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പോളിഗണിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സൊളാനയ്ക്ക് അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാനോ അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ സ്പീഡൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ലെയർ 2 ബ്ലോക്ക് ചെയിൻ്റെ ഒന്നും ആവശ്യമില്ല. ലെയർ 1 ബ്ലോക്ക് ചെയിനിൽ തന്നെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും സൊളാന പരിഹരിച്ചിട്ടുണ്ട്. 50 മുതൽ 65,000 ട്രാൻസാക്ഷൻസ് വരെ സൊളാനയിൽ ഒരു സെക്കൻഡിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ബ്ലോക്ക് ചെയിൻ ആണ് സൊളാന എന്ന് പറയുന്നത്. ഇതുകൂടാതെ എതേറിയത്തിനകത്ത് ഡെവലപ്പേഴ്സിന് ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ് ആയാലും സ്മാർട്ട് കോൺട്രാക്റ്റുകളായാലും ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് പോലെ തന്നെ സൊളാനയ്ക്കകത്തും വളരെ എളുപ്പത്തിൽ ഇവർക്ക് ഡെവലപ്പേഴ്സിന് ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ് ആയാലും സ്മാർട്ട് കോൺട്രാക്റ്റുകളായാലും ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് സൊളാനയുടെ മറ്റൊരു പ്രത്യേകതയാണ്. സൊളാനയുടെ ട്രാൻസാക്ഷൻ ഫീയിൽ വളരെ വലിയ രീതിയിലുള്ള മാറ്റം സംഭവിച്ചത് 2021 മാർച്ച് 11 മുതലാണ്. അന്നാണ് ടെതർ സൊളാന ബേസ് ചെയ്തുകൊണ്ടുള്ള USDT കൊണ്ടുവരാനായിട്ട് തുടങ്ങിയത്. അതോട് കൂടിയിട്ട് ഒരു ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് 1 സെൻറ്റിൻ്റെ 10-1 മാത്രമേ സൊളാനയ്ക്കകത്ത് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അതായത് 1 മില്യൺ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് വെറും 10 USDT മാത്രമേ സൊളാനയിൽ ചിലവ് വരുന്നുള്ളൂ. എതേറിയത്തിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മില്യൺ ട്രാൻസാക്ഷൻ എതേറിയത്തിൽ നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് 3 ലക്ഷം USDT ആണ് ആവശ്യമായിട്ട് വരുന്നത്, ഫീ ആയിട്ട് വരുന്നത്. സോ മറ്റുള്ള ക്രിപ്റ്റോ കറൻസികളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ വലിയ TPS റേറ്റ് സൊളാനയ്ക്ക് ഉണ്ട്. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഫീയും വളരെ കുറവ് മാത്രമേ സൊളാനയിൽ വരുന്നുള്ളൂ. അപ്പോൾ എന്താണ് സൊളാന എന്നുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് സൊളാന പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സൊളാനയിൽ യൂസ് ചെയ്തിട്ടുള്ളത് പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്ന ഒരു കോൺസെൻസസ് മെക്കാനിസം അല്ല, പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്ന് പറയുന്ന കോൺസെൻസസ് മെക്കാനിസവും അല്ല. അതിൻ്റെ വൈറ്റ് പേപ്പറിൽ അനറ്റോളി യാക്കോവെങ്കോ എടുത്ത് പറഞ്ഞിട്ടത് പ്രൂഫ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. പ്രൂഫ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു കോൺസെൻസസ് മെക്കാനിസം അല്ല. എന്താണ് പ്രൂഫ് ഓഫ് ഹിസ്റ്ററി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SHA-256 എന്ന് പറയുന്ന മൈനിങ് അൽഗോരിതത്തിലേക്ക് ഒരു വേരിഫയബിൾ ഡിലേ ഫംഗ്ഷൻ ആഡ് ചെയ്യുന്നത് വഴി സൊളാനയ്ക്കകത്തുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ടൈം സ്റ്റാമ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രൂഫ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള വാലിഡേറ്റർ നോഡുകൾക്ക് കൃത്യമായിട്ട് ഓരോ ട്രാൻസാക്ഷൻസും ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ടൈം സ്റ്റാമ്പ്ഡ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളുടെ ഒന്നും തന്നെ ഒരു പെർമിഷനോ കാര്യങ്ങളോ ഇവർക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. കൃത്യമായിട്ടുള്ള രീതിയിൽ ഓരോ ട്രാൻസാക്ഷൻസും ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഇതിനകത്തുള്ള വാലിഡേറ്റർ നോഡുകൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. സൊളാനയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ബ്ലോക്കുകളെയും ടിക്സ് എന്നാണ് പറയാം. നമ്മുടെ ക്ലോക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സെക്കൻഡിലും ടിക് 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 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് സൂചി കറങ്ങുന്നത് കാണാനായിട്ട് പറ്റും. ഓരോ സെക്കൻഡ് കൂടുമ്പോഴാണ് നമ്മുടെ ക്ലോക്കിനകത്ത് ഒരു ടിക്ക് ഉണ്ടാകുന്നത്. എന്നാൽ സൊളാനയിലേക്ക് വരികയാണെങ്കിൽ ഓരോ 400 മില്ലി സെക്കൻഡുകളിലുമാണ് ഓരോ ബ്ലോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഓരോ ടിക്കുകൾ ഉണ്ടാവുന്നത്. എതേറിയമായിട്ടും ബിറ്റ്കോയിനായിട്ടും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എതേറിയത്തിൽ ഓരോ 10 സെക്കൻഡുകൾ കൂടുമ്പോഴാണ് ഒരു പുതിയ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ബിറ്റ്കോയിനിലാണെങ്കിൽ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴാണ് ഒരു പുതിയ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഓരോ 400 മില്ലി സെക്കൻഡുകളിലും പുതിയ ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. വളരെയധികം സ്പീഡ് സൊളാനയ്ക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ എന്താണ് സൊളാന എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി, എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കി. ഇനി അതിൻ്റെ മാർക്കറ്റ് അനാലിസിസിലേക്ക് അടക്കാം. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 7ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ് സൊളാന എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം സൊളാനയിൽ വളരെ വലിയ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. 2021 ജനുവരി മാസമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് 10 പോലും ഇല്ലാതിരുന്ന ഒരു കോയിനാണ്, ടോപ്പ് 50 പോലും ഇല്ലാതിരുന്ന ഒരു കോയിനാണ് സൊളാന എന്ന് പറയുന്നത്. ഇന്ന് സൊളാനയുടെ സ്ഥാനം എന്ന് പറയുന്നത് 7ാം റാങ്കിലാണ്. ഓക്കെ, ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ $260 സൊളാനയുടെ ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത്. കറണ്ട് പ്രൈസ് $115 മാത്രമാണ്. ഓക്കെ, അപ്പോൾ $260 നിന്ന് വളരെ വലിയ രീതിയിൽ താഴോട്ട് വന്നിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സൊളാനയിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സൊളാനയുടെ ഒരു USDT പെയറിലുള്ള ബൈനാൻസിലെ വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ രീതിയിൽ സൊളാന ഒരു ഡൗൺ ട്രെൻഡിലാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എപ്പോഴാണ് നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്, അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി, ഒരു ലോങ് പൊസിഷൻ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സൊളാനയിൽ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡിന് ഒരു റിവേഴ്സൽ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞു ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതായത് നമുക്ക് കൃത്യമായിട്ട് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും ഓരോ ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ലോവർ ലോനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പ്രൈസിന് സാധിക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് പ്രൈസ് ഈ രീതിയിൽ ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാതെ ഈ രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട്, ഈ ഒരു ട്രെൻഡിലാണെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് കൂടെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ട്രെൻഡ് റിവേഴ്സൽ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് മുൻപല്ല കുറച്ച് ദിവസങ്ങൾ മുൻപ്, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2021 ആഗസ്റ്റ് മാസത്തിൽ
നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതായത് ഒരു 86 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിരുന്ന ഏരിയ ആണ്. ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് സൊളാനയിൽ ഇത്രയും വലിയൊരു ഗ്രോത്ത് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ പ്രൈസ് വന്ന് നിൽക്കുന്നത് ഏകദേശം ആ ഒരു 80-100 ആ ഒരു ഏരിയയ്ക്ക് അകത്താണ് പ്രൈസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് പ്രൈസിന് നല്ല രീതിയിലുള്ള റിജക്ഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വരച്ച പോലെ ഈ ഒരു ഏരോ വരച്ച പോലെ തന്നെ ഈ രീതിയിൽ പ്രൈസിന് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാതെ പ്രൈസ് ഇവിടെ ഒന്ന് കൺസോളിഡേറ്റ് ആവുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അവിടെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവിടെ നിന്ന് ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു $121 പ്രോഫിറ്റ് നമുക്ക് സൊളാനയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, തീർച്ചയായിട്ടും ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് സൊളാനയിൽ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ ഇരട്ടി തന്നെ നമുക്ക് തീർച്ചയായിട്ടും സൊളാന ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. സോ ഈ രീതിയിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഇവിടെ നമുക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് പാടുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. സ്റ്റിൽ സൊളാന ഒരു ഡൗൺ ട്രെൻഡിലാണ് നിൽക്കുന്നത്. ഈ രീതിയിലുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ സൈൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് അവിടെ ചെയ്യാനായിട്ടുള്ളൂ. ആരും തന്നെ ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയിട്ടുള്ളത് സൊളാന എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി എന്താണ് എന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു മാർക്കറ്റ് അനാലിസിസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് അത് തീർച്ചയായിട്ടും സഹായിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണാം.